അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു പ്രത്യേക സീഡിനെ പറ്റിയാണ്. അതായത് എള്ളിനെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പലരും ഉപയോഗിക്കുന്ന ഒരു സാധനവും കൂടിയാണ്. ഇതിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ മരുന്നായി ഇതിൻ്റെ ഓയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഹദീസുണ്ട്. പല പ്രബലമായ തിബ്ബുൻ നബവിയുടെ ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് കാണുന്നുണ്ട്. ഈ എള്ളിന് 3000-ലധികം വർഷങ്ങൾ, 3000 മുതൽ 5000 വർഷങ്ങളോളം പഴക്കമുണ്ട് എന്ന് ഇതിനെപ്പറ്റിയുള്ള ചരിത്രം പറയുന്നുണ്ട്. പഴയകാലത്തുള്ള അതിവിദഗ്ധരായ ഡോക്ടേഴ്സ്, ഡോക്ടർ ഇബ്നു സീന, മുഹമ്മദ് അബൂബക്കർ റാസി, ദാവൂദുൽ അൻതാക്കി, സഹബി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രാചീന കാലത്തുള്ള ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞരും ഇതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി, ഔഷധ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ എള്ള് 4 തരത്തിൽ ഉണ്ട്: വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ്, റെഡ്. വെളുത്തത്, കറുത്തത്, തവിട് നിറമുള്ളത്, ചുവപ്പ്. ഇങ്ങനെ 4 തരത്തിലുള്ള എള്ള് ഉണ്ട്. നാം കൂടുതലായും കാണുന്നത് വെളുത്തതാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഔഷധ ഫലങ്ങൾ ഉണ്ട്. ഇന്ന് സയൻറ്റിഫിക് റീസർച്ച്, ശാസ്ത്രീയ പഠനം ഇതിനെപ്പറ്റി ധാരാളം നടന്നിട്ടുണ്ട്. മെഡിക്കലി റിവ്യൂ ചെയ്ത കിം റോസ് ഫ്രാൻസിസ് റിവ്യൂ ചെയ്ത ഒരു വലിയ ലേഖനത്തിൽ അവർ ഇതിൻ്റെ ഫായ്ദകളെ പറ്റി പറയുന്നത്, ഇത് വളരെ കൂടുതൽ ഫൈബർ ഉള്ള ഒരു സാധനമാണ് ഈ എള്ള്. അതുകൊണ്ട് ഹാർട്ടിൻ്റെ രോഗങ്ങൾ, അതുപോലെ തന്നെ ചില ക്യാൻസറുകൾ, പൊണ്ണത്തടി, ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗം, മധുരത്തിൻ്റെ രോഗം, ഇതിനൊക്കെ കുറക്കാനുള്ള ഒരു കഴിവും കൂടി ഇതിനുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോള്, ട്രൈഗ്ലൈസറൈഡ്സ്, ഇതാണ് കൂടുതലായും ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കൂടിയാൽ അത്തരം കൊളസ്ട്രോള്, ട്രൈഗ്ലൈസറൈഡ്സിനെയും ഇത് കുറക്കുന്നുണ്ട് എള്ള്. അതേപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻ ഉണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ മസിൽ മുതൽ ഹോർമോൺ വരെ അതിന് വലിയ ഒരു ബിൽഡപ്പ്, അതുപോലെ തന്നെ ആരോഗ്യം നൽകുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം ഉള്ളവർക്കും ഇത് അധികമുള്ളവർക്ക് അതിനെ കുറക്കും. കാരണം രക്തസമ്മർദ്ദം മൂലം ഹാർട്ടിൻ്റെ രോഗങ്ങളും സ്ട്രോക്കുകളും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. ഈ പറയുമ്പോഴൊക്കെ മരുന്നുകൾ, സാധാ എടുക്കുന്ന മരുന്നുകൾ കഴിക്കണ്ട എന്നല്ല. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യിപ്പിക്കണം. കാരണം മരുന്നും കൂടി കഴിക്കുന്നുണ്ടല്ലോ, ആ മരുന്നും കഴിക്കണം, ഇതും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോഴേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും. അധികം ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പ്രഷർ, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കൽ വളരെ നല്ലതാണ്. നല്ലോണം കുറഞ്ഞാലും പ്രശ്നമാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ എള്ളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
അതിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അകത്ത് വരുന്ന വീക്കങ്ങളെ കുറക്കാനും വളരെ നല്ലതാണ്. അങ്ങനെ ഈ ഇൻഫ്ലമേഷൻ, ഈ വീക്കങ്ങൾ അകത്ത് വന്നാൽ പൊണ്ണത്തടി ഉണ്ടാകും, ചിലപ്പോൾ ക്യാൻസറുകൾ, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ, കിഡ്നിയുടെ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. പിന്നെ അതിൽ വൈറ്റമിൻ ബി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ കോശങ്ങൾ, സെല്ലുകൾ, അതിൻ്റെ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, രക്തത്തിൻ്റെ ചുവന്ന കണങ്ങൾ, അത് ഓരോ സെക്കൻഡിനും 2 മില്യൺ 20 ലക്ഷം എന്നോണം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെ ഉൽപാദനത്തിനും അത് ഉണ്ടാകാനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് എള്ള്. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറിനെയും മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും. മധുരത്തിൻ്റെ രോഗം, പ്രമേഹം ഉള്ളവർക്ക് അതിനെയും കൺട്രോൾ അത് ചെയ്യും, അതിനൊരു നിലക്ക് നിർത്തും. ഇത് നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അതിലുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പലപ്പോഴും ഞാൻ പറയുന്നതാണ്, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ രോഗപ്രതിരോധ ശക്തിയെ സപ്പോർട്ട് ചെയ്യാനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഈ എള്ളിൽ സിങ്കും സെലിനിയം, കോപ്പർ, അയൺ, വൈറ്റമിൻ B6, വൈറ്റമിൻ ഇ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദന മൂലമുണ്ടാകുന്ന മുട്ടുവേദന, അതായത് മുട്ടുവേദനക്ക് ചുരുക്കത്തിലെ അതിനെ കുറക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം പലരും കേട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, അത് നമ്മുടെ കഴുത്തിലുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നത്. അത് ഹൈപ്പർ ഇങ്ങനെയൊക്കെ കൂടുതൽ കുറവായിട്ട് ഇഷ്യൂകൾ ഉണ്ടാകുന്നു. പക്ഷെ അതിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഈ തൈറോയിഡ് കാണിക്കുന്നത് അതിൻ്റെ ഡോക്ടേഴ്സിന് തന്നെ കാണിക്കൽ വളരെ ഉത്തമമാണ്. പലരും ENT കാണിക്കുന്നുണ്ട്, കാണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻഡോക്രോണോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട്, എൻഡോക്രോണോളജിസ്റ്റ്, അവരെ കാണിക്കൽ വളരെ നല്ലതാണ് അത്തരം തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക്. അതേപോലെ തന്നെ ആർത്തവ വിരാമകാലത്ത് ചിലപ്പോൾ ഈസ്ട്രജൻ എന്ന് സ്ത്രീകളിലുള്ള വളരെ പ്രധാനമായ ആ ഹോർമോണ് ഡ്രോപ്പ് ആവും, അത് കുറയും. ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് വേറെന്തൊക്കെ ഇഷ്യൂകൾ ഉണ്ടാകാം. അപ്പോൾ ആ സമയത്തും എള്ള് കഴിക്കൽ നല്ലതാണ്. പഴയകാലത്ത് എള്ള് വെല്ലത്തിൽ മിക്സ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഇന്നും അത് കിട്ടുന്നുണ്ട്. പക്ഷേ ആ വെല്ലം എന്താണ് എന്ന് നമുക്കറിയില്ല. കാരണം കെമിക്കൽ മിക്സ് ചെയ്ത വെല്ലമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും അത് വളരെ നല്ലതാണ്. അത് നാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് ഒരുപാട് ഔഷധ ഫലങ്ങളുണ്ട്. ഈ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഇത് ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം അല്ല 3 ദിവസം കൊണ്ട് വളരെ വളരെ ചുരുക്കിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. സത്യത്തിൽ ഓരോ ക്ലാസ്സുകളും ദൈനംദിനം ദിവസങ്ങളോളം എടുക്കാനുണ്ട് ഓരോ ക്ലാസ്സുകളെ പറ്റിയും. പക്ഷേ അത് ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ദഹിച്ചു കൊള്ളണം എന്നില്ല. കാരണം പലർക്കും പല തിരക്കിലും ഉള്ളവരാണ്.
അതുകൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകളൊന്ന് നന്നായി കേട്ടാൽ നമ്മുടെ മക്കളുടെ, അതുപോലെ തന്നെ നമുക്കറിയുന്ന പലരുടെയും, അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ പലരുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്. ഇത്തരം ക്ലാസ്സുകൾ കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് തന്നെ പറയാം. കാരണം ആരോഗ്യം ഇല്ല എങ്കിൽ നമുക്കിവിടെ ജീവിതം ഇല്ലല്ലോ. ജീവിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെയുള്ള ജീവിതമാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരോഗ്യത്തിനെ പറ്റി പഠിക്കണം. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ആരോഗ്യങ്ങളെപ്പറ്റി ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. അത് കൊല്ലങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.